Hi all, myself Jibin. We are about to start the third session in finite element analysis. Previous two sessions നമ്മൾ steps in finite element analysis ഡിസ്കസ് ചെയ്തിരുന്നു. അത് അറ്റൻഡ് ചെയ്യാത്തവരെ അത് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം ഈ സെഷൻ അറ്റൻഡ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്പ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഒരു വൺ ഡയമെൻഷണൽ ബാർ എലമെൻറ്റിൻ്റെ ഷേപ്പ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. Shape function is a function which interpolates the solution between the discrete values obtained at nodes. നമുക്കറിയാം, നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു എലമെൻറ്റിൽ ദർ വിൽ ബി ഡിഫറെൻറ്റ് നോട്ട്സ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ലൈൻ എലമെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മിനിമം 2 നോട്ട്സ് ഉണ്ടാവും. ലെറ്റ്സ് സേ 1 and 2 ആർ ദ നോട്ട്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് നോഡിലുമുള്ള ഫീൽഡ് വേരിയബിളിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ബട്ട് ഇൻ ബിറ്റ്വീൻ ദ നോട്ട്സ്, അതായത് 1നും 2നും ഇടയ്ക്ക് എങ്ങനെയാണ് ഫീൽഡ് വേരിയബിൾ വേരി ചെയ്യുന്നതെന്നുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഷേപ്പ് ഫംഗ്ഷനെ നമ്മൾ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ എന്നും കോർഡിനേറ്റ് ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഒരു എലമെൻറ്റിൻ്റെ ജോമെട്രി എക്സ്പ്രസ് ചെയ്യുന്നത് ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഫോർ എൻ എക്സാമ്പിൾ, ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കുലർ എലമെൻറ്റിന് നമുക്കറിയാം 3 കോർണർ നോട്ട്സ് ഉണ്ടാവും, 1, 2 and 3. Let's say phi of xy is the field variable. Triangular element 2-dimensional element ആണ്, so there will be x and y coordinates. Now field variable നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു അപ്രോക്സിമേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. phi of xy equal to n1 of xy into phi1 plus n2 of xy into phi2 plus n3 of xy into phi3, where phi1, phi2, phi3 are the field variable. n1, n2, n3 are the shape function. So ഈ n1, n2, n3 എന്ന് പറയുന്ന ഷേപ്പ് ഫംഗ്ഷൻസ് ആണ് ഇൻ ബിറ്റ്വീൻ ദ നോട്ട്സ് എങ്ങനെയാണ് സൊല്യൂഷൻ വേരി ചെയ്യുന്നതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. Now let's see what are the characteristics of a shape function. First one, sum of the shape function is equal to 1. നമുക്ക് n number of nodes ഉണ്ടെങ്കിൽ ആ നോട്ട്സിലെ എല്ലാം ഷേപ്പ് ഫംഗ്ഷൻസ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുക. Second one, first derivative should be finite within the element. ഷേപ്പ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്തിൻ ആൻ എലമെൻറ്റ് ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് അക്രോസ് ദ എലമെൻറ്റ് ബൗണ്ടറി. ദർ വിൽ ബി എ ലാർജ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സ്ട്രക്ചർ, സോ എലമെൻറ്റ് ബൗണ്ടറീസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഫോർത്ത് വൺ, ദ ഷേപ്പ് ഫംഗ്ഷൻ ഹാസ് യൂണിറ്റ് വാല്യൂ അറ്റ് ഇറ്റ്സ് ഓൺ നോഡ് ആൻഡ് 0 വാല്യൂ അറ്റ് അതർ നോഡ്സ്. ലെറ്റ്സ് സേ നമുക്ക് രണ്ട് നോട്ട്സ് 1 and 2 ഉണ്ട്. n1 ഈസ് ദ ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് 1, n2 ഈസ് ദ ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് നോഡ് 2. അങ്ങനെയാണെങ്കിൽ n1ൻ്റെ വാല്യൂ ഫസ്റ്റ് നോഡിൽ 1 ആയിരിക്കും, സെക്കൻഡ് നോഡിൽ 0 ആയിരിക്കും. സിമിലർലി n2ൻ്റെ വാല്യൂ സെക്കൻഡ് നോഡിൽ 1 ആയിരിക്കും, ഫസ്റ്റ് നോഡിൽ 0 ആയിരിക്കും. Now next one, the shape functions are always polynomials of the same type as the original interpolation ഇക്വേഷൻ. നമ്മൾ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ ആദ്യം ഫോം ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ എന്ത് ടൈപ്പ് പോളിനോമിയലാണോ ആ സെയിം ടൈപ്പിലുള്ള പോളിനോമിയലായിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന ഷേപ്പ് ഫംഗ്ഷനും. Now last one, the accuracy of the results can be improved by increasing the order of the polynomial. നമ്മൾ യൂസ് ചെയ്യുന്ന ഷേപ്പ് ഫംഗ്ഷൻ പോളിനോമിയലിൻ്റെ ഓർഡർ ഇൻക്രീസ് ചെയ്ത് നമുക്ക് റിസൾട്ടിൻ്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. Let's move on to the derivation of displacement function u and shape function n for a one-dimensional bar element. Consider a bar element as shown in figure. It has two nodes 1 and 2 and the length of the element is L, and we are considering x coordinate only, that's why a one-dimensional bar element. u1 and u2 are called degrees of freedom of this particular bar element. സോ രണ്ട് നോഡ്സ് ആണുള്ളത് 1, 2. ആ രണ്ട് നോഡിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് u1 and u2. നമ്മൾ കൺസിഡർ ചെയ്യുന്ന 1-dimensional ബാർ എലമെൻറ്റിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്, u1 and u2. അതുകൊണ്ട് രണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് a0 and a1 യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഫോളോ ചെയ്യുന്നത് ലീനിയർ അപ്രോക്സിമേഷൻ ആണ്. ലീനിയർ അപ്രോക്സിമേഷൻ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. For a one-dimensional problem, linear approximation equation is u equal to a0 plus a1x. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും.
where u is the field variable, a0 and a1 are the generalized coordinates. Equation number 1 matrix formula നമുക്ക് represent ചെയ്യാം. u equal to matrix 1x into a0 a1. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇനി നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് കൺസിഡർ ചെയ്യാം. നമ്മുടെ എലമെൻറ്റിൽ നോഡ് 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ u1 ആണ്. നോഡ് 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സിൻ്റെ വാല്യൂ L ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ u2 ആണ്. ഈ രണ്ട് കണ്ടീഷനും നമുക്ക് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് u1 ഈക്വൽ ടു a0 and u2 is equal to a0 plus a1 L. In matrix form, we can represent it as u1 u2 equal to matrix 1 0 1 L into a0 a1, where u1 u2 is the degrees of freedom, 1 0 1 L is the connectivity matrix, a0 a1 are the generalized coordinates. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അതായത് a0യുടെയും a1ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. a0 a1 ഈക്വൽ ടു 1 0 1 L ഇൻവേഴ്സ് ഇൻറ്റു u1 u2. 1 0 1 L എന്ന് പറയുന്ന കണക്ടിവിറ്റി മെട്രിക്സ് ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ് ആയിട്ട് ചേഞ്ച് ആവും. നമുക്ക് കണക്ടിവിറ്റി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കണം. സോ ഒരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇഫ് ദ മെട്രിക്സ് എ ഈസ് എ ബി സി ഡി ദെൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. ഇതിൽ ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി. ദെൻ അഡ്ജോയിൻ്റ് എ മീൻസ് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, അതായത് എയും ഡിയും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, സിയും ബിയും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, സിക്കും ബിക്കും മൈനസ് വാല്യൂ കൊടുക്കുക. നമുക്കിത് നമ്മുടെ കണക്ടിവിറ്റി മെട്രിക്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എയുടെ സ്ഥാനത്ത് വരുന്നത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് വരുന്നത് 0 ആണ്, സിയുടെ സ്ഥാനത്ത് വരുന്നത് 1 ആണ്, ഡിയുടെ സ്ഥാനത്ത് വരുന്നത് L ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 ഇൻറ്റു L മൈനസ് 1 ഇൻറ്റു 0 ദാറ്റ് ഈസ് 1/L. നൗ അഡ്ജോയിൻ്റ് എടുക്കാനായിട്ട് ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, അതായത് L 0 മൈനസ് 1 1. Now we can get a0 a1 as a0 a1 equal to 1/L into matrix L0 minus 1 1 into u1 u2. Now we can substitute the value of a0 and a1 into the equation number 2. Equation number 2 is u equal to matrix 1x into a0 a1. ഇതിൽ a0 a1 പകരം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is u equal to matrix 1x into 1/L into matrix 1 0 minus 1 1 into u1 u2. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് u equal to matrix L minus x/L x/L into u1 u2 എന്ന് കിട്ടും. ഇതിൽ L minus x/L നമ്മൾ n1 എന്ന് വിളിക്കും, x/L നമ്മൾ n2 എന്ന് വിളിക്കും, where n1 and n2 are the shape functions at node 1 and node 2 respectively. That is n1 equal to L minus x/L and n2 equal to x/L. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു 1 ഡയമെൻഷണൽ ബാർ എലമെൻ്റ് ആണ്. 2 നോട്ട്സ് ആണുള്ളത്, 1ഉം 2ഉം. ഇൻ ബിറ്റ്വീൻ ദ നോട്ട്സ് ആ ഒരു എലമെൻറ്റിൽ സൊല്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ വേരി ചെയ്യും എന്നുള്ളത് ഈ ഷേപ്പ് ഫംഗ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു. ദ വാല്യൂ ഓഫ് എ ഷേപ്പ് ഫംഗ്ഷൻ വിൽ ബി 1 അറ്റ് ഇറ്റ്സ് ഓൺ നോഡ് ആൻഡ് 0 ഓൺ ഓൾ അതർ നോട്ട്സ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന 2 നോട്ട്സ് ആണ്, 2 ഷേപ്പ് ഫംഗ്ഷനാണ് n1 ആൻഡ് n2. അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ n1ൻ്റെ വാല്യൂ ഫസ്റ്റ് നോഡിൽ 1 ആയിരിക്കണം, സെക്കൻഡ് നോഡിൽ 0 ആയിരിക്കണം. അതങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നോഡിൽ എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ ഓൾറെഡി ബൗണ്ടറി കണ്ടീഷൻ എടുത്തു. സോ നമുക്ക് ആ വാല്യൂ ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോഡിൽ എക്സിൻ്റെ വാല്യൂ 0, സോ n1 വിൽ ബി ഈക്വൽ ടു L minus 0/L that is 1, n2 will be equal to 0/L that is 0. So
ഫസ്റ്റ് നോഡിൽ n1ൻ്റെ വാല്യൂ 1 ആണ്, n2ൻ്റെ വാല്യൂ 0 ആണ്. സിമിലർലി നമുക്ക് സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്ത് നോക്കാം. സെക്കൻഡ് നോഡിൽ എക്സിൻ്റെ വാല്യൂ L ആണെന്ന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. n1 ഈക്വൽ ടു L മൈനസ് L/L ദാറ്റ് ഈസ് 0, n2 ഈക്വൽ ടു L/L ദാറ്റ് ഈസ് 1. സോ സെക്കൻഡ് നോഡിൽ n2ൻ്റെ വാല്യൂ 1 ആണ്, n1ൻ്റെ വാല്യൂ 0 ആണ്. സോ നമ്മൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് വൺ ഈസ് ദ ഡെറിവേഷൻ ഫോർ ഷേപ്പ് ഫംഗ്ഷൻ ഓഫ് എ വൺ ഡയമെൻഷണൽ ബാർ എലമെൻറ്റ്. ഒരു വൺ ഡയമെൻഷണൽ ബാർ എലമെൻറ്റിൻ്റെ ഷേപ്പ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സിനെ പറ്റിയിട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.